ഹായ് ഓൾ, എല്ലാവർക്കും ഹിസ്റ്റോറിയൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സസ്യശാസ്ത്രത്തെക്കുറിച്ചിട്ട് തന്നെയാണ്. ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് കാണാത്തവർക്കായിട്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അവിടെ പോയിട്ടൊന്ന് കാണാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എത്ര ആൻസർ കറക്റ്റ് ആയെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പരാഗണത്തിന് മഴയെ ആശ്രയിക്കുന്ന സസ്യം ഏതാണ്? ഉത്തരം കുരുമുളക്. റൗണ്ട് റവല്യൂഷൻ ഏതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഉരുളക്കിഴങ്ങ്. ഏതിൽ നിന്നാണ് ലാറ്റക്സ് ലഭിക്കുന്നത്? ഉത്തരം റബ്ബർ. മഞ്ഞിനെ ശത്രുവായി കണക്കാക്കുന്ന വിള ഏതാണ്? ഉത്തരം പുകയില. ഇന്ദിരാഗാന്ധി എന്നത് ഏത് സസ്യത്തിന്റെ ഒരു ഇനമാണ്? ഉത്തരം ചെമ്പരത്തി. എന്തിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി? ഉത്തരം ഫംഗസ്. ഏതിനെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി? ഉത്തരം ആൽഗ. ഏതിനെ കുറിച്ചുള്ള പഠനമാണ് ആന്തോളജി? ഉത്തരം പൂക്കൾ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? ഉത്തരം തുളസി. ലൈംഗികോത്തേജക ഗുണങ്ങളുള്ള സസ്യമേത്? ഉത്തരം സഫേദ് മുസ്ലി. ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചണം. സ്വർഗത്തിലെ മരം എന്നറിയപ്പെടുന്നത്? ഉത്തരം വാൾനട്ട്. മണ്ണിന് താഴെ വിത്തുൽപാദിപ്പിക്കുന്ന സസ്യം? ഉത്തരം നിലക്കടല. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കിഴങ്ങുവിള ഏതാണ്? ഉത്തരം ഉരുളൻകിഴങ്ങ്. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത്? ഉത്തരം തെങ്ങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും വീഡിയോ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതിലും നല്ല വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.